ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇന്നെൻ്റെ പിറന്നാളാണ്. ഇത്രയും രാവിലെ ഞാൻ എണീക്കൽ വളരെ കുറവാണ്. ഒന്നുകിൽ ഇതിനും നേരത്തെ എണീറ്റ് ജോലിക്ക് പോകും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്. ഈ ഒരു നേരത്തെ ഞാൻ എണീക്കലില്ല. ഞാൻ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, നേരത്തെ എണീറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോകുക. അപ്പോൾ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, രാവിലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തേക്കാണ്. അവിടെ ഞാനൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആകെ പൊടിയെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിച്ചപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാട്ടോ. കിച്ചപ്പോന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ക്ലീനിങ് ആണ്. ഞാൻ വിചാരിച്ചൊരു സാരി എടുക്കാണ്. അപ്പോൾ പെട്ടികൾ പൊട്ടിക്കണമല്ലോ, പെട്ടി പൊട്ടിക്കാൻ നമുക്ക് സാരി കിട്ടില്ല. അപ്പം ഞാൻ തങ്കുവിനോട് ഒരു പെട്ടിയൊക്കെ എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ മനസ്സിലൊരു സാരി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ കുറച്ച് ഒതുങ്ങി നിൽക്കും. ബാക്കി എൻ്റെ ഉള്ള എല്ലാം കുറച്ച് പടപടാൻ നിൽക്കുന്ന സാരികളാണ്. അങ്ങനെ ഞാൻ ഈ സാരി സെലക്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഉഷാമ വാങ്ങിക്കുന്ന സാരി. അത് അമ്മ കല്യാണം കഴിഞ്ഞ് വരുന്ന പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നൊരു സാരിയാണ്. കിച്ചപ്പൂനെ റെഡിയാക്കി, കാരണം കിച്ചപ്പൂനെ സ്കൂളിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. ഞാൻ റെഡിയായി ഇതേ പിറന്നാൾ കുട്ടിയായിട്ട് ഇങ്ങനെ ശുണ്ടുമണിയായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് സാം നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ വീട്ടിലാണ് കാറ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെ എനിക്ക് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുക എന്നല്ല, അവൻ കാർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത്. ഞാൻ അവൻ്റെ ഇന്നത്തെ മറ്റേ കൂലി സീനാണ്. അപ്പം ഞാൻ പെട്ടിയൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. അവൻ കാറ് വരും. അപ്പോൾ സാമ ഭയങ്കര വണ്ടിപ്പരാന്നുള്ള ഒരാളാട്ടോ. അപ്പോൾ ആ കാറ് ഞാൻ ഇനി സൂക്ഷിക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കിച്ചപ്പൂ ആണെങ്കിൽ കാറ് കയറിയതുകൊണ്ട് ഇനി സ്കൂളിലേക്കില്ല എന്നും പറഞ്ഞിരിപ്പാണ്. എന്നിട്ട് ദേ അവിടെ എത്തിയപ്പോൾ ഇന്ന് തുറന്നു തരുമോ അമ്മച്ചി എന്ന് പറഞ്ഞ സീനാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് സാരി കൊടുത്തുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരുവിധം എല്ലാവരും എന്നെ നോക്കണ്ടെന്നുള്ളൂ. അതിൻ്റെ ഒരു ചമ്മൽ എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളത് കൊണ്ട് എന്നല്ല, വേറൊരു അറ്റയർ ആണല്ലോ, നമ്മുടെ യൂഷ്വലി കാണുന്ന ഒരു അറ്റയർ അല്ലല്ലോ, അതുകൊണ്ടുള്ള നോട്ടമാണ്. ഞാൻ എന്നെ പൊക്കി എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം അവനെ വെയിറ്റ് ചെയ്തു. പിന്നെ അവൻ വന്നു. അവൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ ഓൾറെഡി വിളിച്ചിട്ട് എത്തിയോ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അസൂയാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷമാണ്. നമുക്കോ പറ്റുന്നില്ല, അവരെങ്കിലും പോയി അടിച്ചു വിളിച്ചോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് പട്ടി ഷോകളൊക്കെ കൂടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വന്നു. അങ്ങനെ സാം നാട്ടിൽ പോവാണ്. എൻ്റെ കൂടെ എപ്പോഴും എന്തിനുള്ള എൻ്റെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാട്ടോ സാം. അപ്പോൾ അവൻ പോകുന്നതിന് എനിക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവൻ അടിച്ചു വിളിക്കട്ടെ. അപ്പോൾ ഇനി പോയി തിരിച്ച് വരുന്നവരെ ബൈ. വിഷ് യു ഹാപ്പി സേഫ് ജേർണിടാ. ബൈ.